ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചേനത്തണ്ടും ചെറുപയറും കൊണ്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായ നല്ലൊരു തോരൻ തയ്യാറാക്കിയാലോ? അതിനായിട്ട് നമുക്ക് പറമ്പിൽ നിന്ന് ചേനത്തണ്ട് മുറിച്ചെടുത്തിട്ട് വരാം. നല്ല മഴയായതുകൊണ്ട് പറമ്പിൽ നിറയെ പുല്ല് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചേനയുടെ മറുതണ്ട് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത തണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് നന്നായി കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മളിത് ഉപ്പ് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിടാം കേട്ടോ. അരിഞ്ഞ ശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്ന് നന്നായി പിഴിഞ്ഞ് വാരിയെടുക്കാം. ഇതാ നമ്മൾ മുഴുവനും ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 1/2 കപ്പ് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ഇല്ലാതെ വേണം ചെറുപയറും വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതാ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ഒരു 15 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തത്. ഇനി ഇതിലേക്ക് 2 തണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഞെരടിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ നാടൻ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തേങ്ങയും ഉള്ളിയും എല്ലാം തിരുമ്മി എടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ 3-4 വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഉള്ളിയുടെയും തേങ്ങയുടെയും കൂട്ട് ചേർക്കാം. ഇതിനാവശ്യമായ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറി വരുന്നവരെ ഒരു 2 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചേനത്തണ്ട് ഇട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ മുമ്പ് ചേർത്തേക്കുന്ന കൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും കേട്ടോ. നമ്മളിതിലേക്ക് ചെറുപയർ ചേർക്കാതെ ഇത് മാത്രം തോരനുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചേനത്തണ്ട് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. അല്പം ഉപ്പ് കുറവാണ്. ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത ശേഷം ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടൊരു വാഴയില മുകളിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോരൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.